ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യൻ വാഹന വിപണിയിൽ മാരുതി സുസുക്കിയുടെ എസ്പ്രസോ ആഭ്യന്തര വിൽപ്പനയിൽ വലിയ ഇടിവ് നേരിടുമ്പോഴും കയറ്റുമതിയിൽ ശക്തമായ വളർച്ച രേഖപ്പെടുത്തുന്നു. കുറഞ്ഞ വിലയും അടിസ്ഥാന ഫീച്ചറുകളും ഉണ്ടായിട്ടും ഇന്ത്യയിൽ ഡിമാൻഡ് കുറയുമ്പോൾ വിദേശ വിപണിയിൽ വാഹനത്തിന് വലിയ സ്വീകാര്യതയാണ് ഉള്ളത്. ഇന്ത്യൻ വാഹന വിപണിയിൽ ദീർഘകാലമായി ഒന്നാം സ്ഥാനത്ത് തുടരുന്ന മാരുതി സുസുക്കിയുടെ ചില മോഡലുകൾ ആഭ്യന്തര വിപണിയിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാരുതി സുസുക്കി എസ്പ്രസോ. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങാനാകുന്ന കാറാണിത്. കുറഞ്ഞ വില മാത്രമല്ല, വിശാലമായ ക്യാബിൻ സ്പേസ്, ഇന്ധനക്ഷമത എന്നീ സവിശേഷതകളെല്ലാം ഉണ്ടായിരുന്നിട്ടും എസ്പ്രസോ വാങ്ങാൻ ഉപഭോക്താക്കൾ ഷോറൂമിൽ എത്തുന്നില്ല എന്നതാണ് വിഷമകരം. കുറഞ്ഞ വിലയിൽ മികച്ച സൗകര്യങ്ങൾ നൽകുന്ന ഈ വാഹനം ഇന്ത്യൻ ഉപയോക്താക്കൾ തഴയുമ്പോഴും ദേശീയ വിപണിയിൽ ഡിമാൻഡ് കുതിച്ചുയരുന്നതായാണ് കണക്കുകൾ. 2026 മാർച്ച് മാസത്തെ വിൽപ്പന കണക്കുകൾ പരിശോധിക്കുമ്പോൾ എസ്പ്രസോയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കഴിഞ്ഞ മാസം വെറും 226 യൂണിറ്റുകൾ മാത്രമായിരുന്നു ഈ കാറിന്റെ ഇന്ത്യയിലെ വിൽപ്പന. എന്നാൽ 2025 മാർച്ച് മാസത്തിൽ ഇത് 1788 യൂണിറ്റുകളായിരുന്നു. ഇതോടെ വാർഷികാടിസ്ഥാനത്തിൽ വിൽപ്പനയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാറുന്ന ഉപഭോക്തൃ അഭിരുചികളും SUV-കൾക്കുള്ള വമ്പൻ ഡിമാൻഡുകളുമാണ് ഇത്തരം കുഞ്ഞൻ കാറുകളുടെ വിൽപ്പന കുറയാൻ കാരണമാകുന്നത്. ഇന്ത്യയിൽ വിൽപ്പന കുറയുമ്പോഴും രാജ്യാന്തര വിപണിയിൽ എസ്പ്രസോയ്ക്ക് വലിയ ഡിമാൻഡാണുള്ളത്. 2026 മാർച്ച് മാസത്തിൽ മാത്രം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തത് 6377 എസ്പ്രസോയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 2018 യൂണിറ്റുകൾ മാത്രം കയറ്റുമതി ചെയ്ത സ്ഥാനത്താണിത്. കയറ്റുമതിയിലുണ്ടായ 216% വർധനവ് മാരുതി സുസുക്കിയുടെ ആഗോള വിപണിയിലെ കരുത്ത് വ്യക്തമാക്കുന്നു. വിദേശത്ത് ഈ കാറിന് ലഭിക്കുന്ന സ്വീകാര്യത അത്ഭുതകരമാണ്. ഒരേ വാഹനത്തിന് രണ്ട് വിപണികളിൽ വ്യത്യസ്ത രീതിയിലുള്ള സ്വീകരണം ലഭിക്കുന്നതിന് പിന്നിൽ സാങ്കേതികവും വിപണി അധിഷ്ഠിതവുമായ കാരണങ്ങളുണ്ട്. വിദേശ വിപണികളിലേക്ക് അയക്കുന്ന വാഹനങ്ങളിൽ സുരക്ഷാ സവിശേഷതകൾ, എഞ്ചിൻ കാര്യക്ഷമത, ഇന്റീരിയർ സൗകര്യങ്ങൾ എന്നിവയിൽ കമ്പനി വലിയ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അതേസമയം ഇന്ത്യയിൽ ബജറ്റ് വിലയിൽ വിൽക്കാനായി എസ്പ്രസോ അടക്കമുള്ള കാറുകളിൽ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ മാത്രമാണ് ഒരുക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത കാറുകൾക്ക് വിദേശത്ത് ലഭിക്കുന്ന ഈ സ്വീകാര്യത മാരുതി സുസുക്കിയുടെ ഉൽപാദന മികവിനെയാണ് ഉയർത്തിക്കാട്ടുന്നത്. എസ്പ്രസോ മാത്രമല്ല, മാരുതി സുസുക്കി ജിംനി പോലുള്ള മറ്റു പല മോഡലുകളും സമാനമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വിവോ IQ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് പുതിയ സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. വ്യാജ അപ്ഡേറ്റ് സന്ദേശങ്ങളിലൂടെ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്ത് ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തുന്നതാണ് തട്ടിപ്പിന്റെ രീതി. വ്യാജ അപ്ഡേറ്റ് സന്ദേശങ്ങളിലൂടെയും ലിങ്കുകളിലൂടെയും ഉപയോക്താക്കളെ വഞ്ചിച്ച് ഫോണുകളിൽ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യിക്കുകയാണ് തട്ടിപ്പുകാരുടെ പുതിയ രീതി. ഔദ്യോഗിക സിസ്റ്റം അപ്ഡേറ്റ് എന്ന വ്യാജേന ലഭിക്കുന്ന ഈ സന്ദേശങ്ങളിൽ ക്ലിക്ക് ചെയ്താൽ APK ഫയലുകൾ ഡൗൺലോഡ് ചെയ്യപ്പെടുകയും അതിലൂടെ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പുകാർക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നതായി അധികൃതർ വ്യക്തമാക്കുന്നു. ഇതോടെ ക്യാമറ, മൈക്രോഫോൺ, SMS, കോൺടാക്റ്റ് വിവരങ്ങൾ തുടങ്ങിയവയും ബാങ്കിംഗ് ഡാറ്റയും ചോർത്തപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. സെറ്റിംഗ്സ് മെനുവിലെ സിസ്റ്റം അപ്ഡേറ്റ് വഴി അല്ലാതെ വരുന്ന അപ്ഡേറ്റ് ലിങ്കുകൾ വിശ്വസിക്കരുതെന്നും ഫോൺ ബ്ലോക്ക് ചെയ്യും പോലുള്ള ഭീഷണി സന്ദേശങ്ങൾ അവഗണിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. അജ്ഞാത ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് തടയാൻ ഇൻസ്റ്റാൾ ഫ്രം അൺനോൺ സോഴ്സസ് ഓഫാക്കണമെന്നും സംശയാസ്പദമായ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉടൻ ഇന്റർനെറ്റ് ഓഫ് ചെയ്ത് ഫോൺ സ്കാൻ ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സാമ്പത്തിക നഷ്ടമോ ഡാറ്റ മോഷണമോ സംഭവിച്ചാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ പോർട്ടലിലോ പരാതി നൽകണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.